ഹലോ ഗൈസ്, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹീസ്റ്റ് സീരീസിലെ രണ്ടാമത്തെ സീസണിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുന്നേയുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വീഡിയോസിന്റെ ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ബെർലിനെ ഡെൻവറിന്റെയും റിയോയുടെയും സഹായത്തോടെ ടോക്കിയോ ബന്ദിയാക്കുന്നു. ശേഷം ബെർലിനെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി കെട്ടിയിടുന്നു. ബാത്റൂമിന്റെ ഡോറ് അകത്തേക്ക് ആർക്കും വരാൻ കഴിയാത്ത വിധം ലോക്ക് ചെയ്യുന്നു. ടോക്കിയോ ബെർലിന് നേരെ തന്റെ റെട്രോക്സിൽ മെഡിസിൻ കാണിക്കുന്നു. ശേഷം പ്ലാൻ ഷെർണോബിയലിനെ പറ്റി പറയുവാൻ ആവശ്യപ്പെടുന്നു. പ്ലാൻ ഷെർണോബിയലിനെ പറ്റി പ്രൊഫസറിനും ബെർലിനും മാത്രമേ അറിയുള്ളൂ. രക്ഷപ്പെടുവാൻ മറ്റു വഴികളില്ലാതെ വരുമ്പോൾ പ്ലാൻ ഷെർണോബിയൽ ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് പ്രൊഫസർ തന്റെ ടീമിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബെർലിൻ പ്ലാൻ ഷെർണോബിയലിനെ പറ്റി പറയുവാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ടോക്കിയോ റെട്രോക്സൽ മെഡിസിന്റെ ബോട്ടിൽ താഴേക്കിട്ട് പൊട്ടിക്കുന്നു. പോലീസ് ഉള്ളിലേക്ക് വരുന്നതുവരെ കാത്തിരിക്കുവാൻ തന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് എത്രയും വേഗം പറയണമെന്ന് ടോക്കിയോ ബെർലിനോട് പറയുന്നു. എല്ലാ ബോട്ടിലുകളും താഴേക്കിട്ട് പൊട്ടിക്കുമെന്ന് ടോക്കിയോ ഭീഷണിപ്പെടുത്തുന്നു. താൻ എന്തായാലും മരണം ഉറപ്പിച്ചു കഴിയുന്ന ആളാണ്. തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ താൻ പേടിക്കില്ല എന്ന് ബെർലിൻ പറയുന്നു. അവിടെ തനിക്ക് മാത്രമേ പ്ലാൻ ഷെർണോബിയലിനെ പറ്റി അറിയുള്ളൂ. ബെർലിൻ മരിച്ചാൽ മറ്റാർക്കും അവിടെ നിന്നും രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് അയാൾ പറയുന്നു. ഈ സമയം ടോക്കിയോ ഒരു റിവോൾവർ വാങ്ങി അതിലെ ബുള്ളറ്റ്സ് എല്ലാം പുറത്തേക്ക് എടുക്കുന്നു. ഒരു ബുള്ളറ്റ് മാത്രം അവൾ ആ തോക്കിലേക്ക് ഇടുന്നു. ശേഷം ഗണ്ണ് റോൾ ചെയ്ത് ബെർലിന് നേരെ ചൂണ്ടിക്കൊണ്ട് ലോഡ് ചെയ്യുന്നു. ടോക്കിയോ ബെർലിനോട് വീണ്ടും പ്ലാൻ ഷെർണോബിയൽ എന്താണെന്ന് ചോദിക്കുന്നു. ബെർലിൻ ആ ചോദ്യത്തിന് മറുപടി പറയാതെ മൗനം പാലിക്കുന്നു. ടോക്കിയോ ദേഷ്യത്തിൽ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ ആ ഷോട്ടിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. ബെർലിന് ടോക്കിയോയുടെ പ്രവൃത്തി കണ്ട് പേടി തോന്നി തുടങ്ങുന്നു. ടോക്കിയോ വീണ്ടും ഷൂട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ തവണയും ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. ഇത് കാണുന്ന റിയോയ്ക്കും ഡെൻവറിനും പേടിയാകുന്നു. ഗണ്ണിൽ 6 ബുള്ളറ്റ് ഹോൾസ് ആണുള്ളത്. 2 ഷോട്ടിൽ മിസ്സായി. എന്നാൽ ബാക്കി 4 ഷോട്ടിൽ ഒന്നിൽ ഉറപ്പായും ബെർലിൻ മരിക്കും. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എഴുതിയ ഒരു നോവൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ബർഗ്ലർ, ഒരു മോഷ്ടാവിന്റെ കഥ. ബർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് നൽകി തുടർച്ചയായി മോഷണങ്ങൾ നടത്തുന്ന ഒരു മോഷ്ടാവ്. അയാളെ ഏത് വിധേനയും പിടികൂടുവാനായി തൊട്ടു പിന്നാലെ തന്നെയുള്ള പോലീസ് ഓഫീസർ രഘുറാം. മോഷ്ടാവ് വളരെ വിദഗ്ധമായി ഒരു മാന്ത്രികൻ കൺകെട്ടിലൂടെ തന്റെ കാണികളെ കബളിപ്പിക്കും പോലെ ഓരോ കവർച്ചകളും രഘുറാമിനെ വെട്ടിച്ച് നടത്തുന്നു. വളരെ നൂതനമായ രീതിയിലായിരുന്നു ഓരോ കവർച്ചകളും. ബർഗ്ലർ എന്ന മോഷ്ടാവ് കവർച്ചകൾ എങ്ങനെ നടത്തുന്നു എന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ രഘുറാം കണ്ടെത്തുന്നു. ബർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് കൊടുത്ത് കവർച്ചകൾ നടത്തുന്നതാര്? തന്റെ കൃത്യങ്ങൾ മുന്നറിയിപ്പായി രഘുറാമിന് നൽകുന്നത് എന്തിന്? ബർഗ്ലറിന്റെ വ്യത്യസ്തമായ മോഷണ രീതികളും അവ കണ്ടെത്തുവാനുള്ള രഘുറാമിന്റെ ശ്രമങ്ങളുമാണ് ബർഗ്ലർ, ഒരു മോഷ്ടാവ് എന്ന നോവലിന്റെ കഥ. റോബറി ത്രില്ലർ കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ നോവൽ ഇഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. നോവൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ബുക്കിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൽബർട്ടോ പ്രൊഫസറിന് ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞതിനാൽ പ്രൊഫസർ ആൽബർട്ടോയ്ക്കൊപ്പം കാറിൽ പോകുന്നു. ആ യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആൽബർട്ടോ എടുത്തു വെച്ചിരിക്കുന്ന ന്യൂസ് പേപ്പറിന്റെ തരികൾ നശിപ്പിക്കാനാണ് കിട്ടിയ ചാൻസിൽ പ്രൊഫസർ ആൽബർട്ടോയ്ക്കൊപ്പം കാറിൽ കയറിയത്. പോകുന്ന വഴിയിൽ പ്രൊഫസർ തനിക്ക് യൂറിൻ പാസ് ചെയ്യണം, വണ്ടി ഒന്ന് നിർത്താമോ എന്ന് ചോദിക്കുന്നു. അവിടെ ഒരു മറവിലെ വേസ്റ്റ് ബിന്നിൽ നിന്നും ഒരു ന്യൂസ് പേപ്പർ പ്രൊഫസർ കണ്ടെത്തുന്നു. ശേഷം അതെടുത്ത് കത്തിക്കുന്നു. കത്തിയ പേപ്പർ കഷ്ണത്തിന്റെ തരികൾ പ്രൊഫസർ തന്റെ പേഴ്സിലേക്ക് എടുത്തു വെക്കുന്നു. പ്രൊഫസറിനെ കാണാത്തത് കൊണ്ട് ആൽബർട്ടോ പ്രൊഫസറിനെ തേടി അവിടേക്ക് എത്തുന്നു. അതിനുള്ളിൽ തന്നെ പ്രൊഫസർ എല്ലാം റെഡിയാക്കിയിരുന്നു. എന്നാൽ ആൽബർട്ടോയ്ക്ക് പ്രൊഫസറിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്നു. ഈ സമയം റോയൽ മിന്റിൽ നൈറോബി ഡോറിന് സമീപമെത്തി ടോക്കിയോ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നു. അവൾ അവരോട് കതക് തുറക്കുവാൻ ആവശ്യപ്പെടുന്നു. റിയോയും ഡെൻവറും ടോക്കിയോയെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. ടോക്കിയോ അതൊന്നും കേൾക്കാതെ വീണ്ടും ബെർലിന് നേരെ തോക്ക് ചൂണ്ടുന്നു. മോസ്കോ കതക് തകർത്ത് ഉള്ളിലേക്ക് എത്തുന്നു. നൈറോബി ടോക്കിയോയെ തടയുന്നു. ബെർലിൻ ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നു. കാറിൽ പോയിക്കൊണ്ടിരുന്ന പ്രൊഫസർ ആൽബർട്ടോയെ മനഃപൂർവ്വം ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. റക്കേലിനെ വിവാഹം ചെയ്ത് അവളുടെ സഹോദരിയുമായി റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത അയാളുടെ ക്യാരക്ടർ മോശമാണെന്ന് പ്രൊഫസർ പറയുന്നു. കൂടാതെ മകളുടെ ടീച്ചർക്കൊപ്പം മോശമായ ബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ കാരണമാണ് ആൽബർട്ടോയെ റക്കേൽ ഉപേക്ഷിച്ചു പോയതെന്ന് പ്രൊഫസർ പറയുന്നു. ഇത് കേൾക്കുന്ന ആൽബർട്ടോ ടെൻഷനിലാകുന്നു. അയാൾ കാർ ഒരു വശത്തേക്ക് നിർത്തി പ്രൊഫസറിനോട് പുറത്തേക്ക് ഇറങ്ങുവാൻ ആവശ്യപ്പെടുന്നു. പ്രൊഫസർ താൻ നല്ല ദേഷ്യത്തിലാണ്, പുറത്തേക്ക് വന്നാൽ ആൽബർട്ടോയെ അടിക്കുമെന്ന് പറയുന്നു.
ശരി, പുറത്തേക്ക് വരൂ, ആരാരെ അടിക്കുമെന്ന് കാണാമെന്ന് ആൽബർട്ടോ പറയുന്നു. പ്രൊഫസർ കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം റോയൽ മിന്റിൽ ഹെൽസിങ്കി ടോക്കിയോയെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നു. ശേഷം മെയിൻ ഹാളിൽ ഒരു സ്ട്രക്ചറിൽ കെട്ടിയിടുന്നു. ടോക്കിയോ ബെർലിനോട് തന്നെ കൊല്ലാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നു. ബെർലിൻ ചിരിച്ചുകൊണ്ട് ടോക്കിയോയെ തള്ളി പുറത്തേക്ക് വിടുന്നു. മെയിൻ എൻട്രൻസ് കടന്ന് സ്ട്രക്ചർ പുറത്തേക്ക് പോകുന്നു. ടോക്കിയോ പുറത്തേക്ക് എത്തുന്നത് പോലീസ് ടീം കാണുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ടീം ടോക്കിയോയെ വളയുന്നു. ഈ സമയം പ്രൊഫസറും ആൽബർട്ടോയും നേർക്ക് നേരെ നിൽക്കുന്നു. ആൽബർട്ടോ പ്രൊഫസറിനെ അടിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ പ്രൊഫസർ നിസാരമായി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. പ്രൊഫസർ ആൽബർട്ടോയുടെ കഴുത്തിലെ മർമ്മത്തിൽ അമർത്തി അയാളെ അബോധാവസ്ഥയിലേക്ക് ആക്കുന്നു. ശേഷം പ്രൊഫസർ കാർ ഡിക്കിയിലുണ്ടായിരുന്ന പേപ്പർ തരികൾ എടുത്തു കളയുന്നു. പകരം അവിടേക്ക് പ്രൊഫസർ കത്തിച്ചെടുത്ത പേപ്പർ തരികൾ വയ്ക്കുന്നു. ശേഷം പ്രൊഫസർ ആൽബർട്ടോയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ആൽബർട്ടോ തന്റെ കാറിൽ നിന്നും ഗണ്ണെടുത്ത് പ്രൊഫസറിന് നേരെ ചൂണ്ടുന്നു. പോലീസിനെയാണ് താൻ അടിച്ചതെന്ന് പറഞ്ഞ് ആൽബർട്ടോ പ്രൊഫസറിനെ അറസ്റ്റ് ചെയ്യുന്നു. ഈ സമയം റോയൽ മിന്റിന് പുറത്ത് പോലീസ് ടോക്കിയോയെ അറസ്റ്റ് ചെയ്യുന്നു. പിയാട്രി ഈ സമയം അവളുടെ ശരീരത്തിൽ ബോംബുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ആവശ്യപ്പെടുന്നു. അവർ അവളെ പരിശോധിച്ച് ബോംബില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ടോക്കിയോ തങ്ങളുടെ കൺട്രോൾ വിട്ട് പെരുമാറുന്നു, അതിനാലാണ് ഇങ്ങനെ ചെയ്തതെന്ന് ബെർലിൻ പറയുന്നു. റിയോ താനും പുറത്തേക്ക് പോവുകയാണ്, തനിക്ക് ടീമിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. ബെർലിൻ അവസാനമായി ബൈ പറയുന്ന രീതിയിൽ റിയോയെ കെട്ടിപ്പിടിക്കുന്നു. റിയോ പോലും അറിയാതെ ബെർലിൻ അവന്റെ കഴുത്തിൽ ബോധം കെടുത്തുന്ന മരുന്ന് കുത്തിവെക്കുന്നു. പ്രൊഫസറിനെ അറസ്റ്റ് ചെയ്ത് ആൽബർട്ടോ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. പ്രൊഫസറിന്റെ ID കാർഡും ഫിംഗർ പ്രിന്റ്സും പോലീസ് കളക്ട് ചെയ്യുന്നു. പ്രൊഫസറിന്റെ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്ത് പോലീസ് ഡേറ്റയിൽ ആഡ് ചെയ്താൽ ഫുൾ ഫോഴ്സിന് തന്നെ അത് ആക്സസ് ചെയ്യുവാൻ കഴിയും. അങ്ങനെ സംഭവിച്ചാൽ പ്രൊഫസർ ഉറപ്പായും പിടിക്കപ്പെടും. അവർ പ്രൊഫസറിനെ അവിടേക്ക് ഇരുത്തുന്നു. TV ന്യൂസിൽ ടോക്കിയോ പുറത്തേക്ക് വന്ന വാർത്തകൾ കാണിക്കുന്നു. ഈ സമയം റെക്കേൽ ഫോറൻസിക് എക്സ്പേർട്ടിനോട് ഏഞ്ചൽ തന്ന സ്പൂണിലെ ഫിംഗർ പ്രിന്റ് ആരുടേതാണെന്ന് ഏഞ്ചൽ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നു. എന്നാൽ തങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് അവർ പറയുന്നു. ഒരുപക്ഷെ ഏഞ്ചൽ ക്രിമിനലിനെ കണ്ടെത്തിയതിനാൽ അവരായിരിക്കും ഏഞ്ചലിനെ ആക്സിഡന്റ് ആക്കിയതെന്ന് റെക്കേൽ സംശയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏഞ്ചലിന് തിരികെ ബോധം വരുമ്പോൾ അവർ വീണ്ടും കൊല്ലാൻ വരും. റെക്കേൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സെർവറോസ് ചോദിക്കുന്നു. റോബറി ടീം തങ്ങൾക്കാണ് എപ്പോഴും കെണിയൊരുക്കുന്നത്. ഈ തവണ പോലീസ് റോബറി ടീമിനു വേണ്ടി കെണിയൊരുക്കുന്നു എന്ന് റെക്കേൽ പറയുന്നു. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.